ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതാര്? ആൻസർ ഗാന്ധിജി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളിയാര്? ആൻസർ ജി.പി. പിള്ള. മലബാർ കലാപം നടന്ന താലൂക്കുകൾ ഏതെല്ലാം? ആൻസർ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ആൻസർ വില്യം ലോഗൻ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ കെ മാധവൻ നായർ. ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930 മാർച്ച് 12. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എത്രയാണ്? ആൻസർ 78. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏത്? ആൻസർ രഘുപതി രാഘവ രാജാറാം. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച പ്രമുഖ വ്യക്തി? ആൻസർ ഇർവിൻ പ്രഭു. യോഗക്ഷേമ സഭ ആരംഭിച്ച വർഷം 1908. കൊല്ലവർഷം ആരംഭിച്ച വർഷം AD 825. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? KP കേശവൻ. മാതൃഭൂമി പത്രം സ്ഥാപിച്ച വർഷം 1923. കേരളത്തിലെ മദമോഹൻ മാളവ്യ, ഭരതകേസരി എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ VT ഭട്ടതിരിപ്പാട്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ AK ഗോപാലൻ. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന ഗ്രന്ഥം രചിച്ചത് AK ഗോപാലൻ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് GP പിള്ള. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ജോസഫ് മുണ്ടശ്ശേരി. സമത്വ സമാജം രൂപീകരിച്ച വർഷം? ആൻസർ 1836. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാര്? ആൻസർ C കേശവൻ. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥ? ആൻസർ ആത്മകഥ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത? ആൻസർ അന്ന ചാണ്ടി. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരെയാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെട്ട പ്രമുഖ വ്യക്തിയാര്? ആൻസർ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ഭാഷാപോഷിണി സഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ എഴുതിയ കൃതി ഏതാണ്? ആൻസർ കരുണ.